ഈ പൗരസ്ത്യ സഭയുടെ വിശ്വാസ ആചാരാനുഷ്ഠാനം അനുസരിച്ചുള്ള പ്രസംഗങ്ങളും കാര്യങ്ങളുമൊക്കെ ഇവിടുന്ന് വരണം. പുത്തങ്കാവ് കൊച്ചു തിരുമേനിയുടെ കാലം അതൊക്കെ ആ പാത എടുത്തേ പറ്റൂ. ആള് കുറയട്ടെ. ആൾക്കൂട്ടമല്ല പ്രശ്നം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചിട്ട് പോയി, മനുഷ്യപുത്രൻ ഭൂമിയിൽ വരുമ്പോൾ അവൻ വിശ്വാസം കണ്ടെത്തുമോ? വിൽ ദ സൺ ഓഫ് മാൻ ഫൈൻഡ് ഫെയ്ത്ത് ഓൺ എർത്ത് വെൻ ഹി കംസ്? ഓർത്തഡോക്സുകാർ കാണും, യാക്കോക്കാർ കാണും, കരിസ്മാറ്റിക്കാരാണ്, ഒക്കെ കാണും. പക്ഷേ എങ്കിൽ ഇപ്പം കരിസ്മാറ്റിലൊക്കെ പോയി റീത്തുകാരൊക്കെ വന്നിട്ട് കൂടിയിട്ട് ദൈവത്തെ സ്തുതിക്കുക, കൈയടിച്ച് സ്തുതിക്കാനാണ് വന്നത്. ഗോൾ അടിക്കുമ്പോൾ ഇനി എന്നാ അതൊക്കെ ഇങ്ങോട്ട് പകരുന്ന അറിയത്തില്ല. നന്മകൾ പകരത്തില്ല, പകർത്തണം, പരത്തണം. തിന്മ പരത്തണ്ട, പരന്നുകൊള്ളൂ. നമ്മുടെ നന്മകൾ മനഃപൂർവമായിട്ട് ദൈവകൃപയിൽ പരത്തിയെങ്കിലേ പറ്റൂ. എന്നാൽ ലോകത്താണ് തിന്മകൾ അറിയാതെ ഇങ്ങോട്ട് വരും. പിതാക്കന്മാരുടെ അതിരുകൾ യാതൊരു കാരണവശാലും മാറ്റാൻ പാടില്ല. അതാരാധനയുടെ ആണെങ്കിലും കൂദാശയുടെ ആണെങ്കിലും ഒക്കെ തന്നെ പിതാക്കന്മാരിട്ടിരിക്കുന്ന അതിരുകൾ മാറ്റിയാൽ അവരിൽ നിന്ന് വേണ്ട അനുഗ്രഹം നമുക്ക് ലഭിക്കാതെ വരും. വിശ്വാസത്തിന്റെ പാതയിൽ പോകുമ്പോൾ ഒരു 10 കാര്യങ്ങൾ ഞാൻ പഠിപ്പിക്കാറുണ്ട്. ഒന്നും എഴുതി വെക്കണ്ട, അബദ്ധം കാണിക്കരുത്. കാരണം മുറിവൈദ്യം കൊണ്ട് കാര്യമുണ്ടോ? മനസ്സിലാക്കാതെ. വിശ്വാസം, ആരാധന, അനുതാപം, നോമ്പ്, ഉപവാസം, ധ്യാനം, ജാഗരണം, കൗദാശിക, സുഹൃതം, പീഡാനുഭവം, മഹത്വീകരണം. എന്താ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ പാത? ഒന്ന് വിശ്വാസമാണ്. വിശ്വാസത്തിന്റെ പാത. അവിടെയാണ് ഏദൻ തോട്ടത്തിൽ വിശ്വാസം കളഞ്ഞത്. അതുകൊണ്ട് മാമോദീസയിൽ വീണ്ടും അത് ഏറ്റുപറയും. വിശ്വാസത്തിന്റെ പാത 1. 2, ആരാധനയുടെ പാത. ആരാധന അനുതാപപൂരിതമായിരിക്കണം. അനുതാപമുള്ള ആരാധനയിൽ ഇതൊന്നും നമുക്ക് ഉപയോഗിക്കാൻ ഒക്കെയില്ല. ഹൃദയം നുറുങ്ങുന്നവന് യഹോവ ദുഃഖം മറന്നിട്ട് പാട്ടുപാടിയാൽ അവൻ്റെ തൊണ്ട അണ്ണാക്കോട് പറ്റും, അവൻ്റെ കൈ വരണ്ടു പോകും. ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്ന കൈ വരണ്ടു പോകും. സിയോൻ ഗീതങ്ങൾ. സന്തോഷത്തിന്റെ വേളയിലാണ് ഇതെല്ലാം ഉപയോഗിക്കാം. സങ്കീർത്തനം സന്തോഷത്തിന്റെ ഉണ്ട്, ആരോഹണമുണ്ട്, അവരോഹണമുണ്ട്, സ്ഥാനാരോഹണമുണ്ട്. സന്തോഷത്തിന്റെ വേളയിൽ അല്പമൊക്കെ എടുക്കാം. ചെണ്ടയായി, മേളമായി, പ്രദക്ഷിണത്തിന്. പള്ളിക്കകത്തല്ല, എത്യോപ്യൻ സഭയിൽ കുർബാന കഴിഞ്ഞിട്ട് അവർക്കൊരു മേളമുണ്ട്. കുർബാനയുടെ ഭാഗമല്ല. കർത്താവ് കുരിശ് കടന്ന് പടഞ്ഞു മരിക്കുമ്പോൾ ഈ കീബോർഡ് വായിക്കുന്നവർ കുറ്റിക്കടിക്കണ്ടേ? എൻ്റെ സഭയുടെ വിശ്വാസം നശിപ്പിക്കുന്നവൻ ആരാണെങ്കിലും ഒറ്റ കൽപ്പന കൊണ്ട് ഇത് മാറ്റാനുള്ള പിന്നെ പത്തനംതിട്ട ബാബുവിന് പറഞ്ഞതാ. മൺതരിക്ക് ഭാരമില്ല, വെള്ളത്തിലൂടെ താണുപോകും. എന്താ ഇനി കൊക്കാപ്പർവചൻ പറഞ്ഞത് ഞാൻ കേട്ടില്ലെന്ന് വേണ്ട. മൺതരിക്ക് ഭാരമില്ല, വെള്ളത്തിട്ടാൽ ഡെൻസിറ്റി. വലിയ തടിക്ക് ഭാരമുണ്ട്, വെള്ളത്തിട്ടാൽ. അതുകൊണ്ടാണ് ഈ കൺവെൻഷൻ ബന്ധലും പള്ളിയിലുമൊക്കെ ഈ ആള് കാണിച്ച് നടക്കുന്നവർ ഡെൻസിറ്റി ഉള്ളവരല്ല. പള്ളിപ്പൊതുയോഗത്തിൽ ആളാകുന്നവൻ ഡെൻസിറ്റി ഉള്ളവനല്ല. ഡെൻസിറ്റി വേണം. അവനെ മുങ്ങിത്തപ്പിയാൽ പോലും കിട്ടരുത്. ജീവനുള്ള മീനെല്ലാം വെള്ളത്തിന്റെ അടിയിലാണ്. വല്ലപ്പോഴും പൊങ്ങി വരും. അതുപോലെ തന്നെ അതവിടെ ഇങ്ങനെ കിടക്കുക എന്ന് വെച്ചാൽ നഞ്ച് ഇതുപോലെ ഇരിക്കും, കറങ്ങി കിടക്കും. ചത്തതോ ചാകാൻ പോകുന്നത് മാത്രമാണ്. അങ്ങനെയുള്ള വ്യക്തികളോ വൈദികരാകട്ടെ, മേൽപ്പട്ടക്കാരാകട്ടെ, ശ്രീസമയക്കാർ ആര് വന്നാലും സമൂഹത്തിൽ സൗരഭ്യം പരത്തുന്നവരായിരിക്കില്ല, ദുർഗന്ധം പരത്തുന്നവരായിരിക്കും. കാരണം ചത്തതോ ചാകാൻ പോകുന്നതാണ് ഇങ്ങനെ വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യുക. ജീവനുള്ളതെല്ലാം എല്ലായിടത്തും പോകുന്ന കൂട്ടത്തിൽ ഞാനും ഒഴുക്കുവാനും നീന്തിയാൽ പിന്നെ ചത്തതല്ലേ? ഒഴുക്കിനെതിരെ നീന്തണം. അതാണ് ജീവന്റെ ലക്ഷണം.